കാസർഗോഡ് ജില്ലയിൽ കടലാക്രമണ ഭീഷണി ശക്തം. ബേക്കൽ തൃക്കണ്ണാട് തീരദേശ പ്രദേശത്തെ 13 കുടുംബങ്ങളെ മാറ്റി താമസിപ്പിച്ചു. കാസർഗോഡ് ജില്ലാ തീരദേശ പ്രദേശങ്ങളിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം. കേരളമൊട്ടാകെ ശക്തമായ പ്രളയം ബാധിച്ച് പ്രതിസന്ധിയിൽ അലയുമ്പോൾ കാസർഗോഡ് ജില്ല സുരക്ഷിതമായിരുന്നു. പലതരത്തിലുള്ള നാശനഷ്ടങ്ങളാണ് പലയിടങ്ങളിലും സംഭവിച്ചിട്ടുള്ളത്. എന്നാൽ കാസർഗോഡ് ജില്ലയിൽ വലിയ തോതിലുള്ള അപകട ഭീഷണിയൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. ബുധനാഴ്ച ബേക്കൽ തൃക്കണ്ണാടുണ്ടായിരുന്ന കടൽക്ഷോഭം മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്നാൽ ബുധനാഴ്ച രാത്രി മുതൽ തന്നെ കനത്ത ജാഗ്രതാ നിർദ്ദേശവുമായി തീരദേശ അധികൃതരും പോലീസും രംഗത്തെത്തിയിട്ടുണ്ട്. കടുത്ത ഭയാശങ്കയിലാണ് തീരദേശ നിവാസികൾ. കടലിനൊരിളക്കമുണ്ട്. 2 വർഷമായി കടൽ ശാന്തമാണ്. തീരദേശ നിവാസികൾ പബ്ലിക് കേരളയോട് പറഞ്ഞു. ഭയങ്കര ഭീതിയിൽ തന്നെയാണ്. ഏത് സമയത്ത് എന്ത് സംഭവിക്കുന്നൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. കാരണം ഇവിടെ തീരദേശത്ത് താമസിക്കുന്ന ഞങ്ങളെല്ലാവരും വളരെ വിഷമഘട്ടത്തിൽ തന്നെ നിൽക്കുകയാണ്. കാരണം ഏത് സമയത്ത് എന്ത് സംഭവിക്കുന്നോ ഇതെങ്ങനെ സംഭവിക്കുന്നോ ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ പല സ്ഥലത്തും നമുക്ക് കാണുന്നുണ്ട് കടൽ കയറിയും വീടുകളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു പോവുകയും ഉള്ള സംഗതികളൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഞങ്ങളും എല്ലാം അതേ വിഷമത്തെടുത്ത് തന്നെ. പിന്നെന്താ ഞങ്ങളിപ്പോൾ പറയുക, അധികൃതരോട് ഇപ്പോൾ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അവർ വന്നിട്ട് എന്ത് ചെയ്യാനായിട്ട് എന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞങ്ങൾക്കറിയുന്ന പോലെ ഇപ്പോൾ അവർക്കറിയില്ലല്ലോ. ഞങ്ങൾ ഈ തീരത്ത് താമസിക്കുന്ന ഞങ്ങൾക്കറിയുന്ന പോലെ അവർക്കറിയില്ല. പക്ഷെ അവരും വന്ന് പറയും നിങ്ങൾ ജാഗ്രതയായി നിൽക്കണം, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം. അവർ വന്ന് ഞങ്ങളോട് സഹകരിക്കുന്നുണ്ട്. എന്നല്ലാണ്ട് ഇപ്പോൾ ഇവിടെ വരുന്ന പ്രകൃതി ഇതിനെ ആർക്കെന്ത് ചെയ്യാൻ പറ്റും? കേരളം മൊത്തം വളരെയധികം പ്രളയത്തിൻ്റെ പേരിൽ വലിയ ഒരു ഭീതിയിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ കാസർഗോഡ് ജില്ല ഈ 13 ജില്ലകളിൽ പ്രളയം ബാധിച്ചു നിൽക്കുമ്പോൾ കാസർഗോഡ് ജില്ല ഇതിൽ നിന്നും ഒന്നും ബാധിക്കാതെ, അതായത് കൃത്യമായി പറഞ്ഞാൽ ഒരു സേഫ് സോണിലാണെന്ന് വ്യക്തമായി പറയാം. എന്നിരിക്കെ ഇന്നലെ മുതൽ കാസർഗോഡ് ബേക്കൽ പരിസരത്ത് കടൽക്ഷോഭം ഉണ്ടാവുകയും 13 വീടുകളിലുള്ള വീട്ടുകാരെ മാറ്റി പാർപ്പിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ കടൽ പ്രദേശത്തുള്ള അല്ലെങ്കിൽ കടൽ മേഖലയിലുള്ള അല്ലെങ്കിൽ കടലിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഈ ഒരു ഭീതി വളരെയധികം അവരെ ഭയപ്പെടുത്തുന്നുണ്ട്. ആ ഒരു ഭീതി തന്നെയാണ് അവർ നമ്മളുമായി പങ്കുവെക്കുന്നുള്ളത്. കൃത്യമായി പറഞ്ഞാൽ അധികൃതർ വളരെ സജ്ജമായി നിന്നുകൊണ്ട് കടപ്പുറത്തുള്ള മുഴുവൻ ആളുകളുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ മീൻപിടുത്തവുമായി ബന്ധപ്പെട്ട് കടലിലേക്ക് പോയിട്ടുണ്ടോ എന്നുള്ളത് പോലും ഇവർ ചോദിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ പുഴയിൽ പോയിട്ടുണ്ടോ എന്നുള്ളത് പോലും ചോദിക്കുന്നുണ്ട് അധികൃതരുടെ ഭാഗത്ത് നിന്ന് കൃത്യമായി നടപടികൾ അവർ കൈക്കൊള്ളുന്നുണ്ട് എന്നുള്ള ഒരു വിവരം ലഭിക്കുമ്പോഴും ഇപ്പോഴും ഇവരൊരു ചെറിയൊരു ഭയാനകത്തിലാണ്, അല്ലെങ്കിൽ ഒരു ഭീതിയിലാണ്. ക്യാമറമാൻ വിമിഷ വിനോദിനോടൊപ്പം ഖാദർ കരിപ്പൊടി, പബ്ലിക് കേരള.